ദിലീപേന്ദ്രൻ വിഷയത്തിൽ നിന്ന് അല്പം വിട്ടാണെങ്കിലും ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞ ആരോപണം ഗുരുതര ആരോപണമാണ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയുന്നത് പോലെ ലോക്നാഥ് ബെഹ്റ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി അവിടെ പോയി ചോദ്യം ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയ നേട്ടമായിട്ടൊക്കെ കരുതിയിരുന്ന ഒന്നാണ്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അത് പച്ചക്കള്ളമാണ്. അമേരിക്കയിലും പോയിട്ടില്ല, ജയിലിലും പോയിട്ടില്ല, ഹെഡ്ലിയും ചോദ്യം ചെയ്തിട്ടില്ല. ഇസ്സത്ത് ജഹാൻ തീവ്രവാദിയാണെന്ന് ഹെഡ്ലി പറഞ്ഞു എന്നതൊക്കെ ഉടായ്പാണെന്ന് ചാമക്കാല ആധികാരികമായി പറയണം. അതിനോട് പ്രതികരിക്കാം, ഇല്ലെങ്കിൽ സമ്പത്തിന് ചോദ്യങ്ങൾ മറുപടി. ശ്രീ ഞാൻ ഹാഷ്മിക്ക് അമേരിക്ക ഗവൺമെന്റിന്റെ അതിനെക്കുറിച്ചുള്ള ആധികാരിക രേഖ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ട് ഹാഷ്മി. പറ്റുമെങ്കിലും ഒന്ന് 24 കാണിക്കേ. അത് ഏതർത്ഥത്തിലാണ് ഈ ഇന്റർവ്യൂവിന് ശേഷം ഇന്ത്യ ഗവൺമെന്റ് കൊടുത്ത വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തതെന്ന് ഞാൻ താങ്കൾക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചാനലിൽ വന്ന ആർക്കും എന്തും പറയാം, കാരണം അത് പിന്നീട് അതിനകത്ത് ഉണ്ടാവില്ലല്ലോ. ഞാൻ അവിടത്തേക്കല്ല കിടക്കുന്നത് ഹാഷ്മി. നോക്കൂ, ഇവിടെ എൻ്റെ സുഹൃത്ത് സമ്പത്ത് പറയാണ് BJPക്ക് അകത്തേക്കുള്ള കോൺഗ്രസ് ആണ് BJPക്ക് അകത്തേക്കുള്ള പാളമെന്ന്. സമ്പത്തെ അധിക കാലമൊന്നും കാത്തിരിക്കേണ്ട. ത്രിപുര നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ ഈ 24 ചാനൽ കണ്ടുകൊണ്ടിരുന്നതും അന്ന് ത്രിപുരയിൽ ഉണ്ടായിരുന്ന ആദ്യഘട്ടത്തിൽ 24 ചാനലിൻ്റെ അവതാരകൻ്റെ ആഹ്ലാദവും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതുപടി എടുത്ത് പറയുന്നത്, ഹാഷ്മിയും പറഞ്ഞു കേരളത്തിൽ എവിടെയാണ് BJP എന്ന്. ഹാഷ്മി, കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയുടെ ജനങ്ങളുടെ വികാരം അളക്കുന്ന, അവരുടെ മനസ്സളക്കാനുള്ള സംവിധാനമൊന്നും കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്കില്ല എന്നും, ഉണ്ടെങ്കിൽ പോലും അത് ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ പഴയകാല രാഷ്ട്രീയ പ്രവർത്തനങ്ങളും നിങ്ങളുടെ ചരിത്രവും നിങ്ങൾക്ക് അത് തടങ്കുഴിയായിട്ടുണ്ടാകുമെന്ന് 24ന്റെ ത്രിപുര റിസൾട്ടിൻ്റെ അവലോകനത്തിൻ്റെ ക്ലിപ്പിംഗ് എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. ഞാൻ ഈ തെരഞ്ഞെടുപ്പൊന്ന് കഴിഞ്ഞോട്ടെ സമ്പത്തെ, കേരളത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന്. ഒരു പുകയുന്ന അഗ്നിപർവ്വതമല്ലേ കേരളത്തിലെ ഇടതുപക്ഷം എന്ന് പറയുന്നത്. ഒരു കുടുംബത്തിൻ്റെ അഴിമതിയും കെടുകാര്യസ്ഥതയും ചിങ്കിടികൾ കാണിക്കുന്ന ധിക്കാരവും കൊണ്ട് മനസ്സ് മരവിപ്പിച്ച് വീർപ്പ് മുട്ടി കഴിയുകയല്ലേ ആ പാർട്ടി. ത്രിപുരയിലും ബംഗാളിലും സംഭവിച്ചതിന് അപ്പുറത്താണോ? നോക്കൂ, ചില സാമ്പിൾ വെടിക്കെട്ടുകൾ നമ്മുടെ മുമ്പിലില്ലേ. ദേശാഭിമാനിയുടെ കാർട്ടൂണിസ്റ്റ് എവിടെ എത്തി? നിങ്ങൾ ഇന്നും പുഷ്പനെ അറിയാമോ എന്ന് പാടുന്ന പുഷ്പന്റെ സഹോദരൻ എവിടെ എത്തി? MM ലോറൻസിന്റെ മകളും പൗത്രൻ എവിടെ എത്തി? മുമ്പ് നിങ്ങളുടെ അത്ഭുത കുട്ടി എവിടെ എത്തി? അതൊന്നും നമുക്ക്, ഞാൻ പറയുന്നത് ആത്മി, ഇതൊന്നും നമുക്ക് അങ്ങനെ മുൻകൂട്ടി പറയാൻ പറ്റില്ല. പിന്നെ നിങ്ങളൊരു ചർച്ചയിൽ ഇപ്പൊ ചോദിച്ച കാര്യം എന്താ നമുക്ക് അത്ഭുതം ചാമക്കാല? മത്സരം ഇന്ത്യ മുന്നണിയും BJPയും തമ്മിലല്ലേ? അതല്ലേ നിങ്ങൾ ഇത് തന്നെയല്ലേ സർ നിങ്ങളുടെ തൃശ്ശൂരിലെ സീറ്റ് കിട്ടാതെ പോയ MP പറഞ്ഞത്? കേരളത്തിൽ നമ്മളുടെ സൗഹൃദ മത്സരത്തിലാണ്. ഈ കേരളത്തിൽ നിങ്ങൾ കളിക്കുന്ന കള്ളക്കളി അധിക കാലം ഒന്നും നിങ്ങൾക്ക് വെച്ച് നീട്ടി മുമ്പോട്ട് പോകാൻ സാധിക്കില്ല കാശ്മീർ. അതുകൊണ്ട് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്, ഇവിടെ നിങ്ങൾ നോക്കൂ, രണ്ട് കൂട്ടരും BJPയിലേക്ക് വന്ന കോൺഗ്രസ്സുകാരുടെ എണ്ണം പറഞ്ഞു ഊറ്റം കൊള്ളുന്ന സമ്പത്തും, പകരം CPMൽ നിന്നും BJPയിലേക്ക് വന്നത് കുറ്റവിമർശനം നടത്തുന്ന ചാമക്കാലയും. ഞാൻ ഞങ്ങളുടെ രണ്ടു കൂട്ടരോട് പറയുന്നത്, സർ ഇതൊരു മഹാപ്രവാഹമാണ്. നാളെ ഇതുവരെ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെ BJP എന്ന് പറയുന്നത് കാണിച്ചുകൊണ്ട് ഭയപ്പെടുത്തി നിങ്ങൾ നിർത്തി. പക്ഷേ നിങ്ങളുടെ തനി സ്വരം ഇന്ത്യൻ ജനത തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ബംഗാളും ത്രിപുരയും കർണാടകയും ഇന്ത്യ രാജ്യത്തെ രണ്ട് മുന്നണികളിലുമുള്ള ആളുകൾ BJPക്കകത്തേക്ക് വരുന്നത്. ഇത്ര ധൈര്യം ഉണ്ടെങ്കിൽ സുരേഷ് ഗോപിയെ പോലെ പ്രധാനപ്പെട്ട ഒരു അഭിനേതാവിനെ, ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരനെ പരിണമിച്ചോ? എന്തായാലും അങ്ങനെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി തൃശ്ശൂർ നിർത്തിയുമ്പോൾ K. സുരേന്ദ്രൻ പറയുന്നതാണ് K. മുരളീധരൻ വരുമ്പോൾ അത് സുരേഷ് ഗോപി തോപ്പിക്കാൻ വരുന്നതാണ്. മാഷെ സുരേഷ് ഗോപി തോപ്പിക്കാൻ വരുന്നതാണ്, അത് K. മുരളീധരൻ പറയുന്നില്ലേ? അപ്പോൾ K. മുരളീധരൻ വന്ന് സുരേഷ് ഗോപി തോറ്റുപോകും എന്ന് പേടിക്കുകയല്ലേ സുരേന്ദ്രൻ? ഇത്ര ശക്തമായ അടിത്തറയൊക്കെ ഉണ്ടെങ്കിൽ എന്തിനാണ് K. സുരേന്ദ്രൻ മുരളീധരൻ വരുമ്പോൾ സുരേഷ് ഗോപി തോക്കുമെന്ന് തിരിച്ചറിയും പേടി? അല്ല, ഇത് പറയുന്നത് ഹാഷ്മി നിങ്ങളുടെ രാഷ്ട്രീയക്കാരനാണ്. ഇത് സുരേന്ദ്രൻ അല്ല പറഞ്ഞത്. സുരേന്ദ്രൻ അങ്ങനെ പറഞ്ഞത് ആരാ? മുരളീധരനാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം എന്താ ഹാഷ്മി? ഇല്ല, സുരേന്ദ്രൻ പറഞ്ഞാണോ അദ്ദേഹം പോയത്? പലപ്പോഴും ഇല്ല, ആ ശിഖണ്ഡി പരാമർശം നടത്തി. ചോദിച്ചു. അല്ല, ആ ശിഖണ്ഡി പരാമർശം താങ്കൾ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാക്കുകളുടെ പ്രശ്നം പറയുന്നത് പൊളിറ്റിക്കലും അല്ലാത്തതുമായ എന്തോ കാര്യം പറഞ്ഞായിരുന്നല്ലോ. K. മുരളീധരനെ തോൽപ്പിക്കാൻ വന്ന് ശിഖണ്ഡിയാണെന്ന് K. സുരേന്ദ്രൻ പറഞ്ഞാണ്. ആരെ തോൽപ്പിക്കാൻ? നിങ്ങളുടെ സ്ഥാനാർത്ഥി തോൽപ്പിക്കാൻ. അങ്ങ് K. മുരളീധരൻ വരുമ്പോൾ തോറ്റുപോകാൻ മാത്രം ദുർബലാണോ സുരേഷ് ഗോപി തൃശ്ശൂരിൽ? അത് സമ്മതിക്കലല്ലേ K. സുരേന്ദ്രൻ ചെയ്യുന്നത്? അങ്ങനെ പറയുന്ന അങ്ങനെ ആണെങ്കിൽ തന്നെ അമച്ചറല്ലേ അങ്ങനെ പറയുന്നത്? TP ഒരു ഇലക്ഷന്റെ മുഖത്ത് കഴിഞ്ഞോ ഹാഷ്മി? ഞാൻ പറഞ്ഞോട്ടെ. വരുമ്പോ മുരളീധരനല്ലേ പറഞ്ഞത് ഞാൻ ജയിക്കാനല്ല വരുന്നത്, BJP 3ാം സ്ഥാനത്താണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വയം ജയിക്കാനാണെന്ന് അദ്ദേഹം പറഞ്ഞോ? ഇനി തോൽപ്പിക്കൽ മാത്രമല്ല, ഇദ്ദേഹം മികച്ച ഒരു MP ആണെങ്കിൽ അദ്ദേഹം നിന്ന വടകരയിൽ തന്നെ നിന്നാ പോരായിരുന്നോ? ഇനി ഇവിടെ വരുമ്പോ ഞങ്ങൾക്ക് അശേഷം ഭയമില്ല. മുരളീധരൻ തോൽവിയുടെ കോൺഗ്രസിന്റെ സ്വന്തം സഹോദരി. അത് K. മുരളീധരൻ ഒളിപ്പിച്ചു വെക്കുന്നത്. നേമത്ത് നിങ്ങളെ തോപ്പിച്ചു, ഞാൻ ജയിച്ചാൽ പക്ഷെ നിങ്ങളെ തോപ്പിച്ചു. പക്ഷെ ഇവിടെ വന്നത് നിങ്ങളെ 3ാം സ്ഥാനത്തേക്ക് തള്ളാനാണ്, ജയിക്കാനാണ്. അതേസമയം തന്നെ BJP 3ാം സ്ഥാനത്തേക്ക് തള്ളിവിടാനാണെന്ന് അദ്ദേഹം രഹസ്യമായി പറഞ്ഞതല്ലോ, പരസ്യമായി തന്നെ പറയുന്നതല്ലേ. BJP നിലം തൊടിക്കില്ല, അതെന്റെ തീരുമാനമാണ് എന്ന് മുരളീധരൻ പറയല്ലേ? അല്ല, രാഹുൽ ഗാന്ധിയും ഇങ്ങനെ കുറെ തീരുമാനം പറഞ്ഞിരുന്നു ഹാഷ്മി.
നമ്മൾ 24 ചാനലിലും നമ്മളൊക്കെ തന്നെ ഓരോ തെരഞ്ഞെടുപ്പിനും തന്നെ മുഖം പറഞ്ഞിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? BJP പണ്ട് അടൽജി പാർലമെന്റിൽ പറഞ്ഞു, അന്ന് അദ്ദേഹം ദയനീയമായിട്ട് BJPയുടെ തോൽവിയെക്കുറിച്ചാണോ നിങ്ങളുടെ ചർച്ച? ഒരു 13 ദിവസം സത്യപ്രതിജ്ഞ കഴിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ അന്ന് അടൽജി പറഞ്ഞ വാക്കെന്താ? പുലി പതുങ്ങുന്നത് പുന്മാറാനല്ല. അന്നത്തെ 13 ദിവസം കൊണ്ട് പറഞ്ഞു, ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അജണ്ട നിശ്ചയിക്കുന്ന പാർട്ടിയായി ഞങ്ങൾ മാറും. ഒരുപക്ഷെ ഹാഷ്മി, നിങ്ങൾ ഒരുപക്ഷെ ജനിച്ചിട്ടില്ല ഞാനൊന്നും രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ കാലഘട്ടത്തിൽ. ഇന്നത്തെ വലിപ്പം BJPക്ക് കേരളത്തിൽ ഇല്ല. പുച്ഛവും പരിഹാസവും അവഗണനയും മറുപക്ഷത്തു നിന്ന് പ്രലോഭനങ്ങളും ഉണ്ടായിരുന്നു. അധികാരങ്ങളെക്കുറിച്ചുള്ള വാഗ്ധോരണികൾ ഉണ്ടായിരുന്നു. ഹാഷ്മി, അന്നൊക്കെ കേരളത്തിന്റെ മണ്ണിൽ നാളെ ഇന്ത്യയിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമെന്നോ ഇന്ത്യ BJP ഭരിക്കുമെന്നോ ആശയത്തിലല്ല ഞങ്ങളൊന്നും പ്രവർത്തിച്ചത്. പ്രലോഭനങ്ങൾക്ക് മുമ്പിൽ മുട്ടുപറയ്ക്കാതെ നിന്ന് പോരാടുമ്പോൾ ഞങ്ങളുടെ മനസ്സിലൊരു മോഹമുണ്ട്. ഈ പ്രത്യയശാസ്ത്രത്തെ ഇന്നല്ലെങ്കിൽ നാളെ ഈ കേരളം ഭാരതം അംഗീകരിക്കും. നോക്കൂ, നരേന്ദ്രമോദി ഇന്ത്യയിൽ വന്നാൽ ഇന്ത്യ രാജ്യം വിട്ടുപോകുമെന്ന് പറഞ്ഞവരുണ്ട്, ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞവരുണ്ട്. ഹാഷ്മി, ഞാൻ അതാ ചൂണ്ടിക്കാണിക്കുന്നത്. ഞങ്ങളൊക്കെ ഈ പ്രത്യയശാസ്ത്രത്തിന്റെ കൂടെ ഉറച്ചു നിന്ന് പ്രലോഭനങ്ങൾക്കെതിരെ പോരടിക്കുമ്പോൾ ഞങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിന്ന പ്രലോഭനങ്ങൾക്കെതിരെയൊക്കെ ഇവിടെ BJP ഒന്നുമില്ലാതിരുന്ന സമയത്ത് പാർട്ടിയിൽ പ്രവർത്തിച്ച് TP ജയേന്ദ്രൻ മാഷ്ക്ക് ഒരു സീറ്റ് തരാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അല്ലേ? ഇപ്പൊ ഇന്നലെ വന്ന് പത്മജ വേണുഗോപാൽ ചാലക്കുടി കൊടുക്കണമെന്ന് ആലോചിക്കുന്നു, ഇന്നലെ വന്ന് അല്ലാണ്ടെങ്കിൽ സീറ്റ് കൊടുക്കുന്നു, ഇന്നലെ വന്ന് സുരേഷ് ഗോപിക്ക് സീറ്റ് കൊടുക്കുന്നു, പുതിയ നേതാക്കൾ വന്ന് അവർക്ക് വേണ്ടി സീറ്റ് സ്ഥാനാർത്ഥി പട്ടിക ഒഴിച്ചിടുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, TP ജയേന്ദ്രൻ മാഷെ പോലെ പാർട്ടി കൂറോടുകൂടി ഇതിന്റെ കാലത്തിൽ തുടക്കം മുതലേ പ്രവർത്തിച്ച ഒരു ആൾക്ക് സീറ്റ് തരാമായിരുന്നു. ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞ സൗഹൃദം വെച്ച് പറഞ്ഞാണ്, ഞാൻ സൗദ്ദേശത്തിൽ പറഞ്ഞാണ്. അതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, നിങ്ങൾ ഒരു കാര്യം, ഇതൊക്കെ ഒരു രാഷ്ട്രീയ ആഭ്യന്തരം അത്ര ഇത് അംഗീകരിക്കേണ്ടതാരാ? ജനതയാണ്. ഹാഷ്മിയും ജയചന്ദ്രനുമല്ല ഈ ജനതയുടെ മനോവികാരങ്ങൾ ഉൾക്കൊള്ളുന്നവർ. അതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നമുക്ക് വിട്ടേക്കും. പക്ഷെ ഇവിടെ ഉണ്ടാകുന്നത് എന്താണ്? ഇന്ത്യ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത രൂപത്തിൽ കേരളം നമ്മൾ പ്രതീക്ഷിക്കണോ? BJP ശരിയാണ്, ചില സമയത്ത് സെറ്റ്ബാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഓരോ സെറ്റ്ബാക്കിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകന്മാരുടെ ആത്മവിശ്വാസം എന്തായിരുന്നു? ഇത് കേരളവും ഭാരതവും അംഗീകരിക്കും. അതിന് കേരളം പാകപ്പെട്ട് തുടങ്ങിയിരിക്കുന്നതിന് അസ്വസ്ഥതയല്ലേ ഒരർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി, ഞാൻ ചാമക്കാലിലേക്ക് ചോദിക്കാം. ഇടവേള കടിയതിന് പോണതുകൊണ്ടാണ് ഞാൻ ചാമക്കാലിലേക്ക്